ഹലോ, സിന്ദൂര പൊട്ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോ ഇന്ദു ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് അർജുനോട് ഓരോന്നോരോന്ന് എണ്ണി എണ്ണി ചോദിക്കുകയാണ്. ആ സമയത്ത് രുക്മിണിയുടെ മനസ്സാണെങ്കിൽ ആകെ മടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അർജുനെ കുറിച്ച് അവര് വിചാരിച്ചതിലും ഒരുപാടാണ് കേട്ടിട്ടുള്ളത്. എല്ലാറ്റിലും ഉപരി തന്റെ പ്രിയപ്പെട്ട മകനെ കൊന്നതുപോലും അവനാണെന്നുള്ള തിരിച്ചറിവ് അത്രത്തോളം അവനെ വെറുപ്പുളവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ദുവിനോട് അവർ പറയുന്നുണ്ട്, ഇനി ഇവനോട് സംസാരിച്ചിട്ട് എന്താ ഇന്ദു കാര്യം? നിന്റെ ഭർത്താവിനെ കൊന്നവനെ നമ്മൾ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നു, അവന് വേണ്ടുന്ന ശിക്ഷ ഇനി നമ്മൾ വാങ്ങിക്കൊടുക്കണം. എന്നിട്ട് ഇന്ദുവിനെ പിടിച്ചു വലിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് പുറത്തേക്ക് വരികയാണ്. നേരെ ഇൻസ്പെക്ടറുടെ അടുത്തേക്ക് പോയിട്ട് പറയുന്നുണ്ട്, സർ, ഇവനെ പോലുള്ള ഒരുത്തന് നിയമത്തിന്റെ എത്രയും വലിയ ശിക്ഷയുണ്ടോ അത് തന്നെ കൊടുക്കണം. അത് തന്നെയാണ് ഇൻസ്പെക്ടറും സമ്മതിക്കുന്നത്. അവരുടെ മനസ്സിലുള്ള അർജുനോടുള്ള വെറുപ്പ് മുഴുവൻ അവിടെ പ്രകടമായിരുന്നു. എത്രത്തോളം കഠിനമായ ശിക്ഷ ഇവര് വാങ്ങിക്കൊടുക്കാൻ പറ്റും അത്രത്തോളം കഠിനമായ ശിക്ഷ ഇവര് വാങ്ങിക്കൊടുക്കണം സർ. അതല്ല, ഇനി തൂക്കുകയറ് തന്നെ വാങ്ങിക്കൊടുക്കാൻ അത് തന്നെ വാങ്ങിക്കൊടുക്കണം. അവരത്രയും വെറുപ്പോടു കൂടിയാണ് സംസാരിക്കുന്നത്. രാജിയൊക്കെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇന്ദുവും ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു. അതിനെന്താണോ ചെയ്യേണ്ടത് അത് നിങ്ങൾ ചെയ്യണം സർ. നിങ്ങൾ വിഷമിക്കേണ്ട അമ്മ. നിയമപ്രകാരം എന്താണോ അവനുള്ള ശിക്ഷ അത് ഞങ്ങൾ തീർച്ചയായിട്ടും വാങ്ങിക്കൊടുക്കും. അത് മതി. അവന് ശിക്ഷ കിട്ടണം. അവന് ശിക്ഷ കിട്ടണം. അവർ ശരിക്കും പുലമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഭ്രാന്തിയായ സ്ത്രീയെ പോലെയാണ് പിന്നീടുള്ള രുക്മിണിയുടെ പെരുമാറ്റം. നീലനാണെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുകയാണ്. അമ്മ മതി അമ്മ വാ ഇവിടുന്ന് പോവാം ആദ്യം നമുക്ക് ഇവിടുന്ന് പോവാം അവര് സ്വന്തം മകനെ പോലെ രുക്മിണിയെ ചേർത്ത് പിടിക്കുകയാണ്. നീലൻ പറഞ്ഞിട്ടൊന്നും രുക്മിണി പുറത്തേക്ക് പോകാൻ കൂട്ടാക്കുന്നില്ല. ശ്യാം, നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. നീലൻ അവനോട് പറയാണ്, സർ, അവന് ശിക്ഷ വാങ്ങിക്കൊടുക്കണം സർ. അവന് ശിക്ഷ വാങ്ങിക്കൊടുക്കണം. അവരത് തന്നെ പിറുപിറുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്ദു ആണെങ്കിൽ ഒന്നും പറയാനാവാതെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അനന്തുവിന്റെ വിയോഗം ഇപ്പോഴാണ് എല്ലാവരെയും ഒന്നുകൂടി വേദനിപ്പിച്ചത്. എങ്ങനെയൊക്കെയോ എല്ലാവരെയും നീലനും ശ്യാമും ചേർന്നിട്ട് പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. ഇന്ദു ആണെങ്കിലും ആകെ തരിത്ത് നിൽക്കുകയാണ്. അവളെയും ശ്യാമു തന്നെയാണ് വിളിച്ച് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ആ സമയത്തൊക്കെ അർജുനാണെങ്കിൽ ലോക്കപ്പിനുള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ വിറച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മുകളിലേക്ക് നോക്കി കൈകൾ കൂപ്പിക്കൊണ്ട് അവൻ പറയുന്നുണ്ട്, ഏട്ടാ എനിക്ക് മാപ്പ് തായേട്ടാ. അവനും അത് തന്നെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. എനിക്ക് മാപ്പ് തായേട്ടാ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് മുട്ടുകുത്തി അവിടെ നിലത്തിരുന്ന് കരയാണ്. പിന്നീട് അതേസമയം രുക്മിണിയെയും കൂട്ടിക്കൊണ്ട് ബാക്കിയുള്ളവർ ശ്യാമും സൗപർണിക്ക് ഒഴികെ ബാക്കി എല്ലാവരും തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. രുക്മിണി ശരിക്കും തളർന്നിട്ടാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ദു രാജി അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കൂട്ടിക്കൊണ്ട് വരുന്നത്. അവർക്ക് ശരിക്കും നടക്കാൻ പോലും വയ്യായിരുന്നു. എങ്ങനെയൊക്കെയോ അകത്തെത്തിയ സമയത്ത് അവർ സോഫയിൽ ഇരുത്താൻ നോക്കിയപ്പോഴേക്കും അവർ കുഴഞ്ഞു വീഴാണ്. അതാണെങ്കിൽ ഇന്ദു രാജ്യം പ്രതീക്ഷിക്കാത്തൊരു കാര്യമായത് കാരണം അവരുടെ ബോധം നഷ്ടപ്പെടുമെന്ന് അവർക്ക് ഭയം ഉണ്ടായിരുന്നു. നീലനാണെങ്കിൽ അവരാകെ ബോധം കെട്ട് വീണു എന്നുള്ള അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോ രുക്മിണി തന്നെ പറയാണ്, ഇല്ല എനിക്കൊന്നുമില്ല മോനെ, എനിക്കൊന്നുമില്ല. അമ്മ വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാം അമ്മ. വേണ്ട എനിക്കൊന്നുമില്ല. രുക്മിണിയെ അവരെ ഏൽപ്പിച്ചിട്ട് രാജേശ്വരി പോയിട്ട് വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് രുക്മിണിക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കുകയാണ്. അപ്പോഴേക്കും സൗപർണികയും ശ്യാമും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. പിന്നാലെ വാസന്തിയും രാധികയും ഒക്കെ അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ രുക്മിണിയുടെ അവസ്ഥയൊക്കെ കണ്ടപ്പോ നീലനോട് വാസന്തി ചോദിക്കുകയാണ്, ഡാ നീല, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? രാവിലെ നീ വിളിച്ചപ്പോ പറഞ്ഞു നീയും ഇന്ദുവും ചേർന്നിട്ട് എന്തോ ഒരു ഓർഡറിന്റെ കാര്യത്തിന് വേണ്ടി പോയതാണെന്ന്. ഇപ്പൊ എന്താ നിങ്ങൾ എല്ലാവരും ചേർന്ന് ഒന്നിച്ചു വന്നിരിക്കുന്നത്? അല്ല, ഇവക്കെന്താ പറ്റിയത്? എന്താടാ നീല സംഭവിച്ചത്? നിങ്ങൾ എല്ലാവരും ചേർന്ന് ഇപ്പൊ എങ്ങോട്ട് പോയിട്ടാണ് വന്നിരിക്കുന്നത്? അപ്പോൾ ശ്യാമിനെയും സൗപർണികയും കാണിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഇവരുടെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ വേണ്ടി പോയതാണോ? ഇവരുടെ പ്രശ്നം പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ട്? അങ്ങനെയൊക്കെ ദേഷ്യത്തോടെ പോലെ തന്നെയാണ് അവർ സംസാരിക്കുന്നത്. അമ്മോ, ഒന്നും മിണ്ടാതെ നിൽക്ക്. പിന്നല്ലാതെ ഇവളുടെ കുടുംബത്തിൽ ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങളാണ് ഇവളുടെ മക്കൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ നീ എന്തിനാണ് ആവശ്യമില്ലാതെ തലയിലേറ്റി വലിക്കാൻ പോകുന്നത്? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? രുക്മിണിയുടെ മുൻപിൽ വെച്ച് സംസാരിച്ച് സീന വഷളാക്കണ്ടെന്ന് കരുതിയിട്ട് നീലം പറയുന്നുണ്ട്, അമ്മോ, ഒരു മിനിറ്റ് എന്റെ കൂടെ ഒന്ന് വാ. എന്താടാ നീ പറയുന്നത്? ഇവിടെ വെച്ച് എല്ലാവർക്കും മുന്നിൽ വെച്ച് സംസാരിക്കേ, എന്താ കാര്യം? അമ്മയോട് ഒരു മിനിറ്റ് എന്റെ കൂടെ ഒന്ന് വരാനാ പറഞ്ഞത്. ചേച്ചി, ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങി വരാൻ നോക്ക്. ഡെക്കും ദേഷ്യത്തോടെയാണ് പറയുന്നത്. അങ്ങനെ രാധികയും വാസന്തിയെയും കൂട്ടിക്കൊണ്ട് അവര് രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നീലൻ അമ്മയോടായിട്ട് പറയാണ്, രുക്മിണി അമ്മ ഏത് അവസ്ഥയിലാണ് ഉള്ളത് എന്ന് പോലും ചിന്തിക്കാതെയാണ് അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഏതവസ്ഥയിലാണ് ഉള്ളതെന്ന് നീ വാതുറന്ന് പറഞ്ഞാലല്ലേ ഞാൻ അറിയുള്ളൂ. പറയാം. രുക്മിണി അമ്മയുടെ മകനില്ലേ അർജുൻ, ഏത് ആ കോളേജിൽ പോകുന്ന ചെക്കനോ? അവനല്ലേ വളവളാന്ന് സംസാരിച്ചു കൊണ്ടേ നിൽക്കലേ. അവനെന്താ ഇപ്പൊ പറ്റിയത്? അയ്യോ ചേച്ചി, ഒന്ന് മെല്ലെ സംസാരിക്കേ. അമ്മ, അത് പിന്നെ അവൻ വലിയൊരു തെറ്റ് ചെയ്തിട്ട് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. എന്ത്? പോലീസിന്റെ കസ്റ്റഡിയിലാണെന്നോ? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്?
അതെ അമ്മ. അങ്ങനെ സംഭവിച്ച തലേന്ന് രാത്രി സംഭവിച്ച കാര്യങ്ങളൊക്കെ നീലൻ അമ്മയോടും രാധികയോടും പറഞ്ഞു കൊടുക്കുകയാണ്. രാധികയും വാസന്തിയും ശരിക്കും ഞെട്ടി നിൽക്കുകയാണ്. അർജുൻ ചെയ്ത കാര്യങ്ങളൊക്കെ കേട്ടപ്പോ അവര് ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. ഇന്ദുവിന് എന്തോ അവൻ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ സംശയം തോന്നിയതിനു ശേഷം അവനെ അവൾ ഫോളോ ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് അവന്റെ പിന്നാലെ പോയപ്പോ ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റിയത്. രാധികയെ നോക്കിയിട്ട് അന്താളിച്ച് നിൽക്കുകയാണ് വാസന്തി. അപ്പോഴാണ് നീലൻ അടുത്ത ഷോക്കുള്ള കാര്യം പറയുന്നത്. അമ്മ, പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാ അവരുടെ മൂത്ത മകൻ അനന്തുവിനെ ഇതുപോലെ ഒരു ചെയിൻ സ്നാച്ചിങ്ങിനിടെ രക്ഷപ്പെടാൻ വേണ്ടി ഇവനാണ് അമ്മ കൊന്നത്. അത് കേട്ട സമയത്ത് വാസന്തി ഷോക്കായിട്ടാണ് നിൽക്കുന്നത്. കാരണം ഒരു കൊലപാതകയാണ് ഇത്രയും കാലം തങ്ങളുടെ കൂടെ തങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നത്. രാധികയും വാസന്തിയും വാ പൊത്തി നിന്നു പോവുകയാണ്. അപ്പോ നീലനാണെങ്കിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ അമ്മയോട് പറയാണ്. രുക്മിണി അമ്മയാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് അറിഞ്ഞ സമയത്ത് അവനെ പോലീസിന് പിടിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞത്. എടാ മഹാഭാബി, ഈ പാവത്തിനെ പോലെ നിന്നിട്ട് നീ ഇങ്ങനെയൊക്കെയാണോ ചെയ്തുകൊണ്ടിരുന്നത്? വാസന്തി അർജുനെ കുറിച്ച് ഓർത്തിട്ട് പറയാണ്. അർജുനെ കുറിച്ച് ഓർക്കും തോറും രാധികയ്ക്കും വാസന്തിക്കും പേടിയും ദേഷ്യവും നന്നായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. അന്ന് തന്നെ അവന്റെ ബാഗിനകത്ത് കെട്ടുകണക്കിന് നോട്ട് കണ്ടപ്പോ എനിക്ക് അവന്റെ മേൽ സംശയം തോന്നിയതാണ്. നീലൻ ഒന്നും പറയാതെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അന്ന് തന്നെ രുക്മിണി അവനോട് ആ പണം എങ്ങനെയാണ് വന്നത് എന്ന് ചോദിച്ചപ്പോ അവൻ എന്തൊക്കെയോ മുടങ്കൊല്ല ന്യായങ്ങൾ പറഞ്ഞിട്ട് രുക്മിണിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. നല്ല കുടുംബം തന്നെയാണെടാ. അവരുടെ മകളാണെങ്കിൽ ഒരു ഭാഗത്ത് ഏതോ ഒരുത്തനെ പ്രണയിച്ച് അവന്റെ വലയിൽ ചെന്ന് ചാടി ഗർഭിണിയായി. മകനാണെങ്കിൽ അതിനേക്കാളും മുകളിലാണ് നിൽക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ ഒരു കൊലയാളിയുമായി. ഇങ്ങനെയുള്ളവരെയാണോടാ നീ നല്ല കുടുംബാണെന്നും പറഞ്ഞിട്ട് നിന്റെ വീട്ടിനകത്ത് കയറി താമസിപ്പിച്ചത്? നീലം മറുപടിയൊന്നും പറയാതെ തലതാഴ്ത്തി സങ്കടത്തോടെ നിൽക്കുകയാണ്. രാധികക്കാണെങ്കിൽ അതൊക്കെ കേട്ടപ്പോ ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. അപ്പോ വാസന്തി വീണ്ടും അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നമ്മൾ അറിയാതെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ആർക്കറിയാം? അമ്മ മതിയമ്മ, നിർത്തമ്മ. നീലൻ അവരെ ശാസിക്കുകയാണ്. അമ്മ മതിയമ്മ, നിർത്തമ്മ. അവര് തന്നെ പാവമുണ്ട്. സംഭവിച്ച കാര്യങ്ങൾ അവരെ കൊണ്ട് ഇത്ര നേരമായിട്ട് ഉൾക്കൊള്ളാൻ പോലും സാധിച്ചിട്ടില്ല. അതിനിടയിൽ ഇനി അമ്മയും പോയിട്ട് അവരെ വേദനിപ്പിക്കല്ലേ? അത് കേട്ടപ്പോ വാസന്തി പിന്നീട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പോ നീലൻ വിഷമത്തോടെ രുക്മിണിയുടെ മാനസികാവസ്ഥ പറഞ്ഞു കൊടുക്കുകയാണ്. അവർക്കുണ്ടായിരുന്ന മൂത്ത മകൻ മരണപ്പെട്ടപ്പോ രണ്ടാമത്തെ മകൻ കാരണമാണെന്നും അവൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്ന ഒരുത്തനാണെന്ന് അറിഞ്ഞപ്പോഴുണ്ടായ അവരുടെ മാനസികാവസ്ഥ അമ്മയൊന്ന് ഊഹിച്ചു നോക്കമ്മ. അമ്മയ്ക്ക് 2 മക്കളുണ്ട്. ചേച്ചി മരണപ്പെട്ടപ്പോൾ തന്നെ അമ്മയ്ക്ക് അത് എത്രത്തോളം വേദനയുള്ള കാര്യമായിരുന്നു എന്ന് അമ്മ ഒന്ന് ആലോചിച്ചു നോക്ക്. അതുകൊണ്ട് അത് മനസ്സിൽ വെച്ചിട്ട് ദയവ് ചെയ്ത് രുക്മിണി അമ്മയോട് അമ്മ ഒന്നും മോശമായിട്ട് സംസാരിക്കരുത്. വാസന്തിക്ക് മനസ്സിലാവുന്ന രീതിയിൽ നീലം പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് തന്നെ ഇത്തവണ വാസന്തി തിരിച്ചൊന്നും പറയാൻ നിൽക്കാതെ രാധികയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഡെക്കാണെങ്കിൽ നീലനോട് പറയുന്നുണ്ട്. ഡാ അളിയാ, നീ എന്തിനാടാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ നിന്റെ അമ്മയോട് പറയാൻ വേണ്ടി പോയത്? അല്ലാതെ തന്നെ എന്തെങ്കിലും കാരണം കിട്ടുമോ എന്ന് നോക്കിയിട്ട് നിന്റെ അമ്മയും രാധികയും കൂടി കാത്തിരിക്കുകയാണ് രുക്മിണി അമ്മയോട് പൊരുതാൻ വേണ്ടിയിട്ട്. ഇനി ഇതുകൂടി കേട്ടപ്പോ അയ്യോ, ഇനി എന്തെങ്കിലും പറഞ്ഞിട്ട് ആ അമ്മയെ വേദനിപ്പിക്കുമെന്നൊന്നും അറിയില്ല. ഡെക്കാകെ ടെൻഷനോടെ പറയാണ്. അങ്ങനെയല്ലടാ അളിയ, എങ്ങനെയൊക്കെ നമ്മളിത് മറച്ചു വെച്ചാലും അമ്മ അറിയുക തന്നെ ചെയ്യും. അതും പോരാതെ ഒരു മകനോ മകളോ മരിച്ചാലുള്ള വേദന എത്ര ഉണ്ടെന്ന് എൻ്റെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അത് ഈ ഒരു കാര്യത്തിൽ അമ്മയെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് കേട്ടപ്പോൾ ഡെക്കവനെ കളിയാക്കാണ്. നീ അങ്ങനെ ചിന്തിച്ചിരുന്നോടാ അളിയ. ഈ സമയം കൊണ്ട് നിന്റെ അമ്മ എന്ത് പറഞ്ഞിട്ട് ഇനി രുക്മിണി അമ്മയെ കളിയാക്കൊന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയായിരിക്കും. അങ്ങനെയൊന്നും ഇല്ലടാ അളിയ, അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുമാത്രമല്ല, എത്ര കാലം വരെ ഈ ഒരു കാര്യം മറച്ചു പിടിക്കാൻ സാധിക്കും? അതും ശരി തന്നെയാണ് നീ പറയുന്നത്. രുക്മിണി അമ്മയെ കാണുമ്പോൾ തന്നെ വല്ലാത്ത സങ്കടം തോന്നുന്നു. ഇങ്ങനെ ഒരു അവസ്ഥ ലോകത്തൊരമ്മയ്ക്കും വരാൻ പാടില്ലടാ അളിയ. ഡെക്ക് വല്ലാത്ത സങ്കടത്തോടു കൂടിയാണ് പറയുന്നത്. വാസന്തി തനിച്ച് മുറിയിൽ നിന്നുകൊണ്ട് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് രാധിക അങ്ങോട്ടേക്ക് കയറി വരുന്നത്. മാമി എന്തോ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കൃത്യമായിട്ട് ഈ സമയത്ത് പോയിട്ട് അതൊന്ന് ആശയക്കുഴപ്പത്തിലാക്കിയാൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് അവള് വാസന്തിയുടെ അടുത്തേക്ക് പോവാണ്. മാമി എന്താ ആലോചിക്കുന്നത്? അത് പിന്നെ ഇതിനേക്കാളും നല്ലൊരു കാരണം ഇനി നമുക്ക് കിട്ടില്ല മാമി. എനിക്ക് മനസ്സിലായില്ല രാധി. എന്ത് കാരണം പറഞ്ഞിട്ടാണ് ഇവരെ ഈ വീട്ടിൽ നിന്നൊന്ന് പറഞ്ഞു വിടാന്ന് ഓരോ ദിവസവും നമ്മളിങ്ങനെ തല പൊട്ടുന്ന രീതിക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? പക്ഷേ നമ്മൾ പോലും വിചാരിക്കാതെ ഇത്രയും നല്ലൊരു സുവർണാവസരല്ലേ കൈക്കുമ്പിളിൽ വന്നിരിക്കുന്നത്. ഇതൊരൊറ്റ കാരണം മതി മാമി. ഇനി അവരോട് പോയിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാനുള്ള കാരണമായി. സ്വന്തം സഹോദരനെ കൊന്നവനുള്ള ഈ വീട്ടില് എന്ത് ധൈര്യത്തിലാണ് നമ്മൾ നിൽക്കുക എന്നൊക്കെ പറയണം. അതുമാത്രമല്ല, ഇങ്ങനെയുള്ളവരെ ഈ വീട്ടിൽ ഇനി താമസിപ്പിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞിട്ട് അവരെ നമുക്ക് ഇവിടെ നിന്നും പറഞ്ഞു വിടാം. നല്ലൊരു ഐഡിയ കിട്ടിയ സന്തോഷത്തിലാണ് രാധിക സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇതിനേക്കാളും നല്ലൊരു വഴി ഇനി നമുക്ക് മുന്നിൽ കിട്ടാനില്ല മാമി. കൃത്യസമയത്ത് നോക്കിയിട്ട് പറഞ്ഞാ മതി. ഏട്ടനെ അനിയൻ കൊലപ്പെടുത്തുന്നു. ഇനി അതും പോരാതെ
ജോലി കഴിഞ്ഞ് വരുന്ന പെൺകുട്ടികളുടെ കഴുത്തിൽ നിന്ന് അനിയൻ മാല മോഷ്ടിക്കുന്നു. ഇനി ഇതൊന്നും പോരാതെ കല്യാണം കഴിഞ്ഞ പെണ്ണാണെങ്കിൽ കല്യാണത്തിന് മുമ്പ് വേറൊരുത്തൻ്റെ ഒപ്പം ഒളിച്ചോടി പോയിട്ട് അവന്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമന്നുകൊണ്ട് വന്ന് നിൽക്കുകയാണ്. ഇത്രയും കാരണം തന്നെ ധാരാളം പോരെ? രാധിക പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷത്തിലാണുള്ളത്. അത് കേട്ടപ്പോൾ വാസന്തിയും തലയാട്ടിക്കൊണ്ട് സമ്മതിക്കുന്നുണ്ട്. ഇത്ര കാരണങ്ങൾ മതിയെന്നൊരു അർത്ഥത്തില്. ഇത് കേൾക്കുന്ന പുറത്തുള്ള ഏത് നാട്ടുകാരാണെങ്കിലും നമുക്കൊപ്പം തന്നെ നിൽക്കുള്ളൂ. വാസന്തി ചിന്തിച്ചുകൊണ്ടേ നിൽക്കുകയാണ്. പക്ഷെ അവർ രാധിക പറയുന്നതിനൊക്കെ സമ്മതിച്ച് തലകുലുക്കുന്നുണ്ടായിരുന്നു. ഇത്ര പെട്ടെന്ന് ദൈവം നമ്മുടെ ഭാഗത്തേക്ക് കണ്ണു തുറക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. ഇത്തവണയെങ്കിലും അബദ്ധം പറ്റാതെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യിട്ടോ മാമി. രുക്മിണിയെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞു വിടുന്നതാണ് ഇനി ആദ്യത്തെ ജോലി എന്ന് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതല്ലേ മാമി. ഇനി ഇതിനേക്കാളും നല്ലൊരു അവസരം നമുക്ക് കിട്ടുകയില്ല മാമി. രാധിക ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേ നിൽക്കുകയാണ്. വാസന്തി മറുത്തൊന്നും പറയാതെ വലിയ ചിന്തയിലാണുള്ളത്. ഇങ്ങനെ ഒരു കാരണം കൺമുന്നിൽ കിട്ടിയത് കാരണം എന്തൊക്കെയാണോ രുക്മിണിയെയും കുടുംബത്തെയും പറയാൻ പറ്റുന്നത്, മാമിയുടെ വായിൽ വരുന്നത് അത്രയും കാര്യങ്ങൾ അവരുടെ മുഖത്ത് നോക്കി വിളിച്ചു പറ. ഇന്നത്തോടെ രുക്മിണിയെയും കുടുംബത്തെയും ഈ വീട്ടിൽ നിന്നും പറഞ്ഞു വിട്ടിട്ട് വാ മാമി. അവരുടെ നാണക്കേടും അപമാനവും കാരണം ഇനി ഈ കണ്ണിൽ ഒരാളുടെ പോലും കണ്ണിൽപ്പെടാത്ത ഏതെങ്കിലും നാട്ടിലേക്ക് കുടുംബം മൊത്തം എങ്ങോട്ടേക്കെങ്കിലും പോവട്ടെ. രാധികയ്ക്ക് അവരോടുള്ള വെറുപ്പ് അവളുടെ വാക്കുകളിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. മറുത്തൊന്നും പറയുന്നില്ലെങ്കിലും രാധിക പറയുന്നതിനൊക്കെ സമ്മതിക്കുന്ന മട്ടിലാണ് വാസന്തി നിൽക്കുന്നത്. രുക്മിണി ഇവിടെ നിന്നും പടിയിറങ്ങി പോയി കഴിഞ്ഞാൽ അവള് പോയ സങ്കടത്തില് ആ ഇന്ദുവും അവൾക്ക് പിന്നാലെ പോയിക്കോളും. രാധികയുടെ മനസ്സിലിപ്പം മൊത്തം അതായിരുന്നു. കാരണം എങ്ങനെയെങ്കിലും ഇന്ദുവിനെ പറഞ്ഞു വിട്ടിട്ട് നീലന്റെ ജീവിതത്തിലേക്ക് കയറാനാണ് അവൾ ആഗ്രഹിക്കുന്നത്. എങ്ങനെയുണ്ട് മാമി? ഒരു കല്ല് വെച്ചിട്ട് 2 മാങ്ങ കൊള്ളില്ലേ? നന്നായിട്ടുണ്ട്. എന്നിട്ട് മാമിയെ പറഞ്ഞയക്കുകയാണ്. എങ്കിൽ പിന്നെ വേഗം തന്നെ പോയിട്ട് പരിപാടി തുടങ്ങും മാമി. അത് കേട്ടപ്പോ തന്നെ എല്ലാ പ്രഷറും കൂടി ആയിട്ട് വാസന്തി അകത്തേക്ക് കയറി പോവാണ്. അപ്പോ രാധിക മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, മാമിക്ക് നല്ല സ്ക്രൂ കയറ്റി വിട്ടിട്ടുണ്ട്. അതിന്റെയൊക്കെ ഫലം ഇപ്പൊ കാണാനുണ്ടാവും. രാധിക ശരിക്കും നല്ല സന്തോഷത്തിലാണുള്ളത്. ഇന്ന് തന്നെ രുക്മിണിയും കുടുംബവും വീട് വിട്ടു പോകുമെന്നും അവർക്ക് പിന്നാലെ പെട്ടിയും കിടക്കി എടുത്തുകൊണ്ട് ഇന്ദുവും പോവും. പിന്നീട് നീലേട്ടൻ തന്റെ സ്വന്തമാവും എന്നൊക്കെ അവളിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതേസമയം രുക്മിണിയാണെങ്കിൽ വേറൊരു ലോകത്തെന്ന പോലെയാണ് തരിച്ചിരിക്കുന്നത്. രാജേശ്വരി അടുത്തിരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കരഞ്ഞിട്ട്. ചേച്ചി കഴിഞ്ഞത് കഴിഞ്ഞു ചേച്ചി. ഒരു 2 വായ്ക്കെങ്കിലും കഞ്ഞിയെങ്കിലും കുടിക്കു ചേച്ചി. ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്ന ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകും ചേച്ചി. പക്ഷെ അതൊന്നും രുക്മിണി കേൾക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. അവര് മറ്റേതോ ലോകത്തെന്ന പോലെ തരിച്ചിരിക്കുകയാണ്. രാജേശ്വരി ആരോടോ സംസാരിക്കുന്നു എന്ന പോലെ തനിച്ചു സംസാരിക്കുന്നേ ഉള്ളൂ. രുക്മിണി അതിനൊന്നും കേൾക്കുകയോ മറുപടി പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ രാജേശ്വരി കരഞ്ഞുകൊണ്ട് ഇത് തന്നെ ആവർത്തിക്കുകയാണ്. ചേച്ചി എന്തെങ്കിലും കഴിക്ക് ചേച്ചി. ഇങ്ങനെ ഇരിക്കല്ലേ ചേച്ചി. ഒരു പച്ചവെള്ളം പോലും കുടിച്ചിട്ട് എത്ര സമയമായി. ഇങ്ങനെ തന്നെ ഇരുന്ന് കഴിഞ്ഞ് ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് എനിക്ക് വല്ലാതെ പേടിയാവുന്നു ചേച്ചി. അപ്പോഴേക്കും വാസന്തി അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. വാസന്തിയെ കണ്ടപ്പോഴേക്കും രാജേശ്വരി വേഗം കണ്ണീരൊക്കെ തുടച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്, ദൈവമേ ഇവരെന്തിനായിരിക്കും ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? ഇനി ചേച്ചിയോട് ഇവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ഇപ്പോഴുള്ള മാനസികാവസ്ഥയിൽ അതുകൂടി കേട്ട് കഴിഞ്ഞാൽ ചേച്ചിക്ക് എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. പേടിയോടെയാണ് രാജേശ്വരി നിൽക്കുന്നത്. അങ്ങോട്ടേക്ക് രാധികയും വരുന്നുണ്ടായിരുന്നു. മാമിയുടെ പെർഫോമൻസ് കാണാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ് രാധിക. അവിടെ നല്ല സന്തോഷത്തിലാണുള്ളത്. ഇന്ന് എന്തായാലും രുക്മിണിയുടെ കാര്യത്തിൽ തീരുമാനമാവുന്നു തന്നെ അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ആ സമയത്ത് വാസന്തി ആണെങ്കിൽ ഒന്നും മിണ്ടാതെ രുക്മിണിയുടെ അടുത്ത് പോയിട്ട് ഇരിക്കുകയാണ്. രുക്മിണി അവർ വന്നിരുന്നതോ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അവര് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അപ്പോ വാസന്തി ആണെങ്കിൽ അവരുടെ ദേഹത്ത് കൈവച്ച് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയാണ്, വിഷമിക്കേണ്ട രുക്മിണി, നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും വിഷമവും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് കേട്ടപ്പോൾ രാജേശ്വരിക്ക് അതിശയാവാണ്. ഇവർക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയാമോ? പക്ഷെ രാധികയാണെങ്കിൽ അന്താളിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ മാമിക്ക് ഇത്രയും നേരം ക്ലാസ് കൊടുത്തത് എന്നൊരു മട്ടില്. അപ്പോ രുക്മിണിയോട് വാസന്തി പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. 2 ആൺകുട്ടികൾക്ക് നിങ്ങൾ ജന്മം കൊടുത്തു. ഒരാള് ആയുസ്സെത്താതെ മരണപ്പെട്ടു. അതും പോരാതെ സ്വന്തം ഏട്ടനെ അനിയൻ തന്നെയാണ് കൊന്നത് എന്ന് അറിയുമ്പോ ഏതൊരമ്മയ്ക്കും അത് സഹിക്കാനാവുന്ന ഒരു കാര്യമേ അല്ല. വാസന്തി ഒന്നിനും മറുപടി പറയാനാവാതെ അതേ ഇരുത്തം തന്നെയാണ്. പക്ഷെ രാധികയ്ക്ക് വല്ലാത്തൊരു ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു മാമിയുടെ അടുത്ത്. അയ്യോ, ഇങ്ങനെയൊക്കെയാണോ മാമി സംസാരിക്കുന്നത് എന്ന്. അപ്പൊ വാസന്തി രുക്മിണിയോട് പറയാണ്, പ്രസവിച്ച അമ്മമാര് ജീവനോടെ ഉള്ളപ്പോ അവർക്ക് മുന്നിൽ വെച്ചിട്ട് അവര് ജന്മം കൊടുത്ത മക്കള് മരിക്കുക എന്നുള്ളത് ഒരമ്മയ്ക്കും സഹിക്കാനാവുന്ന കാര്യമല്ല. ആ വേദന അവർക്കും നന്നായിട്ട് അറിയായിരുന്നു. കാരണം നീലന്റെ സഹോദരി മരണപ്പെട്ടത് സംഭവിച്ചതാണ്. അപ്പൊ അവര് വിഷമത്തോടെ പറയുന്നുണ്ട്, മക്കളുടെ മരണമാണ് ഏറ്റവും വലിയ വേദന എന്ന് പഴമക്കാര് വെറുതെയാണോ പറയുന്നത്?
വാസന്തി അവരെ ആശ്വസിപ്പിക്കുന്നതാണെന്ന് കണ്ടപ്പോൾ രാജേശ്വരിക്ക് ഒരല്പം സമാധാനം തോന്നുവാണ്. അപ്പോ രുക്മിണിയാണെങ്കിൽ അവരെ നോക്കുകയോ തിരിച്ച് പ്രതികരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോ വാസന്തി വീണ്ടും പറയാണ്, നിങ്ങളുടെ മനസ്സിലിപ്പോ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്, നിങ്ങളുടെ വേദന എത്രത്തോളം ഉണ്ടെന്നും എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് രുക്മിണി. അടുത്ത നീക്കം രാധികയെ പോലും അതിശയിപ്പിക്കുന്നതായിരുന്നു. രുക്മിണിയുടെ കൈകൾ എടുത്തിട്ട് തന്റെ കൈകൾക്കുള്ളിൽ വെച്ചിട്ട് വാസന്തി അവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. രുക്മിണി തന്നെ ശരിക്കും അന്താളിച്ചു പോയിട്ട് തിരിഞ്ഞ് അത്രയും നേരം നോക്കാതിരുന്ന രുക്മിണി വാസന്തിയെ നോക്കുകയാണ്. ആ സമയത്ത് വാസന്തി കണ്ണുകൾ കൊണ്ട് ഒന്നുമില്ല, വിഷമിക്കേണ്ട എന്നൊരു അർത്ഥത്തിൽ കണ്ണുകൾ കൊണ്ട് കാണിക്കുകയാണ്. രാജേശ്വരി അന്താളിച്ചു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ രാധിക ശരിക്കും ഞെട്ടിയിരിക്കുകയാണ്. എന്താ രുക്മിണി നിങ്ങൾ നോക്കുന്നത്? ഞാനും 3 മക്കളെ പ്രസവിച്ച ഒരു അമ്മയാണ്. ഒരു കുഞ്ഞ് എന്നെ വിട്ടിട്ട് പോയതുമാണ്. എനിക്കും ആ വേദന നന്നായിട്ട് അറിയാൻ രുക്മിണി. ഒരു പെണ്ണായിട്ട് ജീവിച്ചിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തുണയായിട്ട് ഞാൻ നിന്നില്ലെങ്കിൽ നമ്മളൊക്കെ സഹമനുഷ്യരാണെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല രുക്മിണി. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ബലപ്പെടുത്തൂ. എന്നിട്ട് രാജേശ്വരി പറയാണ്, ഏത് സമയത്തും നിങ്ങൾ ഇവരുടെ കൂടെ തന്നെ ഇരിക്ക്, ഇവർക്ക് നിങ്ങൾ സമാധാനം കൊടുക്ക് എന്നൊക്കെ. അതൊക്കെ രാജേശ്വരി സമ്മതിക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ ഞങ്ങളെ വിളിക്ക്. ഞാൻ ഒരുപാട് സംസാരിച്ച് നിങ്ങളുടെ വേദന കൂട്ടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വാസന്തി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. രാധികയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെയാണ് അവർ പോകുന്നത്. രാധികയാണെങ്കിൽ ആകെ തകർന്നടിഞ്ഞിട്ടുണ്ടായിരുന്നു. അയ്യോ, മാമി വന്ന വേഗത്തില് രുക്മിണിയെയും കുടുംബത്തെയും പെട്ടിയും കിടക്കി എടുത്തിട്ട് ഇവിടുന്ന് പറഞ്ഞു വിടുന്നു കരുതിയപ്പോ അവര് വന്ന് രുക്മിണിയെ ചേർത്ത് പിടിച്ചിട്ട് അവർക്ക് അനുശോചനം അറിയിച്ചിട്ട് പോവാണോ? അയ്യോ, ഇതൊന്നും അല്ലാതെ ഞാൻ മാമിയെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. മാമി, നിങ്ങളെ ഞാൻ എന്നും പറഞ്ഞിട്ട് മാമിയുടെ പിന്നാലെ രാധികയും പോവാണ്. എന്നിട്ട് വാസന്തിയുടെ അടുത്തെത്തിയപ്പോ വിളിക്കുന്നുണ്ട്, മാമി, എന്താടി നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ലഡു പോലെ നല്ലൊരു അവസരമാണ് കൺമുന്നിൽ വന്ന് കിട്ടിയത്. എന്നിട്ട് അതൊന്നും ശ്രദ്ധിക്കാതെ ഇപ്പൊ പോയിട്ട് അവർക്ക് അനുശോചനം അറിയിച്ചിട്ട് വന്നിരിക്കുകയാണ് അല്ലെ? വാസന്തി മറുപടി ഒന്നും പറയാതെ കനത്തില് രാധികയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവരുടെ കൈ പിടിക്കുന്നു, കാല് പിടിക്കുന്നു, ചേർത്ത് പിടിക്കുന്നു. ഇനി ഞാൻ അവിടെ ഇല്ലെങ്കിൽ അവരെ മടിയിലേക്ക് എടുത്ത് നിങ്ങൾ ഒരുപക്ഷെ താരാട്ടിയൊന്നും വരുമല്ലോ. അയ്യോ ദൈവമേ, ഞാൻ നിങ്ങളെ വിശ്വസിച്ചിട്ട് പടുക്കുഴിയിൽ വീഴാനാണ് പോകുന്നതെന്നാ തോന്നുന്നത്. എന്ത്? നിങ്ങൾ അവരെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞു വിടുന്ന എനിക്ക് തോന്നുന്നില്ല. വായ പൂട്ടി രാധിക. അത് കേട്ടപ്പോ രാധിക ഒന്ന് പേടിച്ചുപോയി. നീയൊക്കെ ഒരു മനുഷ്യനാണോടി? ആ അമ്മ പ്രസവിച്ച 2 മക്കളെയും നഷ്ടപ്പെട്ടിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ തകർന്ന് തരിപ്പണായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. ആ സമയത്ത് അതേ കാരണം പറഞ്ഞിട്ട് അവരെ കുത്തി കുത്തി വേദനിപ്പിച്ചിട്ട് ഈ വീട്ടിൽ നിന്നും പറഞ്ഞു വിടാൻ നീയൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ ചിന്തിക്കുന്നത്? അല്ലടി, നിനക്കൊന്നും മനസ്സാക്ഷി എന്ന് പറഞ്ഞതേ ഇല്ലേ? മക്കളെ പ്രസവിച്ചവർക്ക് മാത്രാണടി അമ്മയുടെ വേദന എന്താണെന്ന് നന്നായിട്ട് അറിയുള്ളൂ. വാസന്തി പറഞ്ഞത് കേട്ടപ്പോ രാധിക ഞെട്ടിക്കൊണ്ട് അവരെ നോക്കുവാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.